75ാമത് വർഷങ്ങൾ കർത്തവ്യപഥിൽ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി രാധാകൃഷ്ണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ആർക്കെ, കർത്തവ്യപഥിൽ എങ്ങനെയാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ പുരോഗമിക്കുന്നത്? പരമ്പരാഗതമായിട്ട് പിന്തുടർന്ന പല രീതികൾക്കും മാറ്റം വന്ന റിപ്പബ്ലിക് ദിന ആഘോഷമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഹലോ ക്രിസ്ത്യന, ഈ പരമ്പരാഗതമായിട്ട് നമ്മൾ ഈ റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ ഭാഗമായിട്ട് പിന്തുടർന്ന പല രീതികൾക്കും മാറ്റമുണ്ടായ ഒരു റിപ്പബ്ലിക് ദിന ആഘോഷമാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തുടക്കം സാധാരണഗതിയിൽ നമ്മൾ ഈ സൈനിക ബാൻഡോടെയാണ് ആരംഭിക്കുന്നതെങ്കിൽ ഇത്തവണ ഈ പരമ്പരാഗത വാദ്യോപകരണങ്ങൾ വായിച്ചുകൊണ്ട് വനിതാ കലാകാരികളാണ് പരേഡിൻ്റെ മുൻനിരയിൽ എത്തിയത്. അത് ആയിരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അതിന് സമാനമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ 1500ഓളം കലാകാരികൾ പങ്കെടുക്കുന്ന ഈ ഇപ്പോൾ നടക്കുന്ന ഈ നൃത്ത വിഭവം. ഏതാണ്ട് 30 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 1500ഓളം കലാകാരികളാണ് ഈ നാടോടി ശാസ്ത്രീയ നൃത്തങ്ങൾ അവതരിപ്പിക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ അടക്കമുള്ള തനത് വിഭവങ്ങളെ ഒക്കെ നൃത്ത വിഭവങ്ങളെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഉള്ളത്. ഈ രംഗത്ത് നമുക്ക് കഥകളിയെ ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ നാനാത്വത്തിൽ ഏകത്വം രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന് കീഴിൽ വ്യത്യസ്ത ഭാഷ, വ്യത്യസ്ത സംസ്കാരം, വേഷവിധാനങ്ങൾ, മതം ഒക്കെ ഉണ്ടെങ്കിലും രാജ്യം ഒരു ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം പ്രാപിച്ച പല രാജ്യങ്ങളും ജനാധിപത്യത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും നഷ്ടപ്പെട്ട് അവരുടെ ഒക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വേച്ഛാധിപത്യത്തിൻ്റെ ഒക്കെ കീഴിലേക്ക് പോകുന്ന ഘട്ടങ്ങളിലും അഥവാ സൈനിക ഭരണത്തിൻ്റെ ഒക്കെ കീഴിലേക്ക് പോകുമ്പോഴും ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ രൂപത്തിൽ തന്നെ നിലയുറച്ചു നിൽക്കുന്നു. അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കരുത്താണ്, ഭരണഘടനയുടെ കരുത്താണ്. അത് വിളിച്ചറിയിക്കുന്ന വിധത്തിലുള്ള ഒരു സന്ദേശം നൽകുകയാണ് ഈ നൃത്ത രൂപം വഴി. നമ്മുടെ 30 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 1500 കലാകാരിമാർ നാടോടി ശാസ്ത്രീയ നൃത്തങ്ങൾ അതത് സംസ്ഥാനങ്ങളുടെ വിഭവങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഈ കർത്തവ്യപഥിൽ ചെയ്യുന്നത്. ഇത് ഈ റിപ്പബ്ലിക് ദിന പരേഡുകളുടെ ഏറ്റവും അന്തിമ പദത്തിലേക്ക് ഉള്ള റിപ്പബ്ലിക് ദിന ചടങ്ങുകൾ കടക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ്. ഇതിനുശേഷം ഇനിയുള്ളത് വ്യത്യസ്ത സേനാ വിഭാഗങ്ങളുടെയും അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും ഒക്കെ സാഹസിക പ്രകടനങ്ങളായിരിക്കും. മോട്ടോർ സൈക്കിളിലുള്ള സാഹസിക പ്രകടനമായിരിക്കും. അതിനുശേഷം നമ്മുടെ ആകാശ കരുത്ത് വിളിച്ചറിയിച്ചുകൊണ്ടുള്ള ഫ്ലൈ പാസ്റ്റ് നടക്കും. എല്ലാവരും കാത്തിരിക്കുന്ന ആ വിഭവം ഫ്ലൈ പാസ്റ്റ് ആണ്. ഫ്ലൈ പാസ്റ്റിന് ഇതിന് ഈ നാടോടി നൃത്ത അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഈ നൃത്ത രൂപത്തിന് ശേഷം മോട്ടോർ സൈക്കിളിൻ്റെ അഭ്യാസ മുറ അതിനുശേഷമായിരിക്കും ഫ്ലൈ പാസ്റ്റ് ഈ കർത്തവ്യപഥിൽ കടന്ന് പോകുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ തേജസ് അടക്കമുള്ള റഫാൽ ഉൾപ്പെടെയുള്ള SU-30, MiG-29 അത് അപ്ഗ്രേഡ് ചെയ്ത വെർഷൻ അടക്കമുള്ളവയാണ്. ജാഗ്വർ ഉണ്ടാകും, ഡ്രോണിയറിൻ്റെ വിവിധ വിഭാഗങ്ങളുണ്ടാകും, C-17 ഉണ്ടാകും, C-113J ഉണ്ടാകും. അങ്ങനെ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ ആയിട്ടുള്ള പ്രജൻഡ് ഉണ്ടാകും. അഡ്വാൻസ് ലൈറ്റ് ഹെലികോപ്റ്ററിൻ്റെ പ്രദർശനം ഉണ്ടാകും. വിവിധ ഫോർമേഷനുകളായിരിക്കും ഇവർ രൂപീകരിക്കുക. ഒപ്പം അപ്പാച്ചെ അടക്കമുള്ളവരും വിവിധ ഫോർമേഷനുകൾ രൂപീകരിക്കും. അങ്ങനെ നമുക്ക് ഒരു ആകാശ കരുത്തിൻ്റെ തെളി എന്താണ് നമ്മുടെ കരുത്ത് എന്ന് വിളിച്ചറിയിക്കുന്ന ഒരു ഫ്ലൈ പാസ്റ്റ് അല്പസമയത്തിനകം നടക്കാൻ പോവുകയാണ്. ഈ 30 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 1500 കലാകാരികൾ അവതരിപ്പിച്ച നൃത്തരൂപങ്ങൾ അതിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് ഈ കർത്തവ്യപഥിൽ കടക്കുകയാണ്. ഓരോ സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപങ്ങൾ അത് അവതരിപ്പിച്ച് ആണ് ഈ സംഘം നിൽക്കുന്നത്. വളരെ വർണ്ണാഭമായിട്ടുള്ള ഒരു കാഴ്ച. അവരവരുടെ പരമ്പരാഗതമായിട്ടുള്ള വേഷവിധാനങ്ങളുടെ സാന്നിധ്യത്തിലെത്തി വാദ്യ താള മേള വിഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ
ഈ മുഖ്യ രാഷ്ട്രപതി ഒക്കെ ഉൾപ്പെടെയുള്ള മുഖ്യവേദിക്ക് മുന്നിൽ നൃത്ത ചുവടുകൾ വയ്ക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഈ വ്യത്യസ്ത വേഷങ്ങളിൽ എത്തിയിരിക്കുന്ന ഇവർ വ്യത്യസ്ത ഭാഷകളിലുള്ള ഗാനങ്ങൾ ആലപിച്ച് ഇവിടെ നൃത്തം ചുവട്ടുന്ന ഇവർ പ്രതീകവൽക്കരിക്കുന്നത് നമ്മുടെ സാംസ്കാരിക വൈവിധ്യത്തെയും രാജ്യത്തിൻ്റെ നാനാത്വത്തിൽ ഏകത്വത്തെയും ആണ്. ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മുടെ വളരെ പ്രാധാന്യപ്പെട്ട ഒരു സന്ദേശമാണ് ഈ കലാകാരികൾ ഇവിടെ നൽകുന്നത്. നാരീശക്തിയാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സന്ദേശം. നമ്മുടെ കേരളത്തിൻ്റെ തനത് കലാരൂപമായിട്ടുള്ള കഥകളിയെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ റിപ്പബ്ലിക് ദിന പരേഡുകൾ അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ അവസാനിക്കുന്നത് 28-ന് ആണ്. ബീറ്റിംഗ് ദ റെഡ് റേറ്റോടെ ആണ് അവസാനിക്കുന്നത്. എന്നാൽ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ ചടങ്ങുകളാണ് ഇവിടെ ഈ പൂർത്തിയാകുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തോട് സംബന്ധിച്ചിട്ടുള്ള പരിപാടികൾ ഇതിൻ്റെ ഇവിടെ മാത്രമല്ല ചുവപ്പുകോട്ടയിലും അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. ഏതാണ്ട് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് നമ്മൾ റിപ്പബ്ലിക് ദിനത്തിൻ്റെ ഇതായിട്ട് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഈ ചുവപ്പുകോട്ടയിൽ നടക്കുന്ന ആഘോഷങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് കേരളത്തിൻ്റെയൊക്കെ അനുവാദം ലഭിക്കാതെ പോയ ടാബ്ലോകളുടെ ഒക്കെ ഒരു രൂപമൊക്കെ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള കലാവിഭവങ്ങളൊക്കെ ചെങ്കോട്ടയിൽ നടക്കുന്ന ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകും. 7 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ചെങ്കോട്ടയിൽ നടക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് എല്ലാത്തിലും ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡ് തന്നെയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സൈനിക സാംസ്കാരിക കരുത്ത് വിളിച്ച് ഓതുന്ന വിധത്തിലുള്ള പരേഡ്, സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന നമ്മുടെ കൃഷ്ണനാട്ടത്തിൻ്റെ ഒരു രൂപവും ഇന്ന് ഇത്തവണത്തെ ഈ നൃത്തത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് കേരളത്തെ പ്രതീകവൽക്കരിക്കുന്ന നൃത്തരൂപങ്ങളാണ് ഇപ്പോൾ ഈ അവതരിപ്പിച്ച് കൊണ്ടിരിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും 30 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 1500 കലാകാരികളാണ് ഈ നൃത്തരൂപങ്ങൾ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. വളരെ ഭംഗിയുള്ള ഏറ്റവും മനോഹരമായ ഒരുപക്ഷെ മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാൻ സാധിക്കാത്ത സാംസ്കാരിക തനിമ അത് നമ്മുടെ രാജ്യത്തിനുണ്ട്, നമ്മുടെ പാരമ്പര്യത്തിനുണ്ട് എന്നത് വ്യക്തമാക്കുന്ന കാഴ്ചകൾക്കാണ് ഇപ്പോൾ ഈ കർത്തവ്യപഥ് വേദിയാകുന്നത്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതും നമ്മുടെ വനിതാ ശക്തി എത്രത്തോളമാണ് എന്ന് കാണിക്കുന്ന വിധത്തിൽ ഇതിൽ ഈ പൂർണ്ണമായിട്ടും വനിതകളാണ്. ഈ 1500 വനിതകളുടെ നൃത്ത ചുവടുകൾക്കാണ് ഇപ്പോൾ കർത്തവ്യപഥ് സാക്ഷ്യം വഹിക്കുന്നത്. വിവിധ വേഷങ്ങളിൽ, വിവിധ രൂപങ്ങളിൽ, വ്യത്യസ്ത ഭാഷകളിൽ ഒക്കെയുള്ള നൃത്തരൂപങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കർത്തവ്യപഥിൽ കാണാൻ സാധിക്കുന്നു. ഏറ്റവും പ്രൗഢം എന്ന് പറയാവുന്ന, ഏറ്റവും മനോഹരമെന്ന് പറയാവുന്ന ദൃശ്യങ്ങൾക്കാണ് 90 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഈ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ സാക്ഷ്യം വഹിച്ച് കൊണ്ടിരിക്കുന്നത്. ഈ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ പരേഡിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. ഇത് കാണാനായി ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകൾ 13,000-ഓളം ക്ഷണിക്കപ്പെട്ട അവർ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. പല ഇടങ്ങളിൽ നിന്നും ഈ വിധത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഈ കർത്തവ്യപഥിൽ കാണാനായിട്ട് സാധിക്കുന്നത്. കർത്തവ്യപഥിൽ ഇന്ത്യയുടെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന വിധത്തിലുള്ള ദൃശ്യങ്ങൾ കർത്തവ്യപഥിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ നൃത്ത ചുവടുകൾ വെച്ചതിന് ശേഷം കലാകാരികൾ പിന്മാറുകയാണ്. 30 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരിമാർ ഏതാണ്ട് മിനിറ്റുകൾ നേരമാണ് നീണ്ടു നിന്നതെങ്കിലും നമ്മുടെ സാംസ്കാരിക വൈവിധ്യം എത്രത്തോളം ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ അവർക്ക് ഈ വേദിയിൽ സാധിച്ചിരിക്കുന്നു എന്നതാണ്. അവർ പിൻവാങ്ങാനായിട്ട് തയ്യാറെടുക്കുന്നു. കലാകാരികൾ ആ വേദിയിൽ നിന്ന്, അവിടെ നിന്ന്, കർത്തവ്യപഥിൽ നിന്ന് പിന്മാറുകയാണ്. നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡ് അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനിയുള്ളത് നമ്മുടെ വ്യത്യസ്ത വിഭാഗങ്ങൾ, സേനാ വിഭാഗങ്ങൾ, ഒപ്പം അർദ്ധ സൈനിക വിഭാഗങ്ങൾ ഒക്കെ അവതരിപ്പിക്കുന്ന സാഹസിക പ്രകടനങ്ങളായിരിക്കും.